കേരളത്തിലെ CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കേരളത്തിലെ CPMന് സംഭവിക്കും. കാരണം അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്, നേതാക്കളുള്ള സ്ഥലമാണ് കേരളം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലുകയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPMുമായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റോ ഇല്ല, ഒരു ഇടതുപക്ഷവും ഇല്ല. സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴികളിലൂടെയാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത്. എല്ലാത്തിനോട് കോംപ്രമൈസ് ചെയ്യാണ്, വർഗീയതയോട് കോംപ്രമൈസ് ചെയ്യാണ്, തീവ്ര വലതുപക്ഷവാദത്തോട് കോംപ്രമൈസ് ചെയ്യാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ, CPMന്റെ അടിത്തറ കേരളത്തിൽ ഇളകിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് G സുധാകരൻ്റെ ഇപ്പോഴത്തെ പുതിയ നിലപാട്. ഇതിനെ മറയ്ക്കാൻ വേണ്ടി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിക്കുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് കോടികൾ എടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. കേരളം ഭരിച്ച ഒരു സർക്കാരും ഖജനാവ് ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടില്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ PR വേണ്ടി തന്നെ കോടികളാണ് ഖജനാവിൽ നിന്ന് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് അവരുടെ പ്രചരണം നടത്താൻ ഒരു തെറ്റുമില്ല. പക്ഷേ അത് സ്വന്തം പാർട്ടിയുടെ കയ്യിൽ നിന്ന് വേണം പണം എടുക്കാൻ വേണ്ടി. ഇത് ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വം കൊടുക്കുന്ന CPMും പ്രചരണം നടത്തുന്നത്. കോടികളാണ് കേരളത്തിൽ അതിനുവേണ്ടി ചിലവാക്കിയത്. ബില്ലുകൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ ബില്ല് പാസ്സാവുന്നില്ല. 5 മാസമായി 10 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ബില്ലുകൾ പാസ്സാകുന്നില്ല. 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പല ബില്ലുകളും വാങ്ങിച്ചു വയ്ക്കുകയാണ്. എല്ലാ ദിവസവും ധനകാര്യ വകുപ്പിലെ ഉത്തരവുകളാണ്. പണത്തിൻ്റെ നിയന്ത്രണം, പൈസ ഇല്ലാത്തതുകൊണ്ട് നിയന്ത്രണമാണ്. പക്ഷെ ഇതൊന്നും ആ ഗവൺമെൻറ്റിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ PR പ്രചരണങ്ങളെ ബാധിക്കുന്നില്ല. ഒരു സർക്കാരും ചെലവാക്കിയതിൻ്റെയൊക്കെ അതിൻ്റെ എല്ലാ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം വീടുകൾ ലൈഫിൽ നടത്തി, അതാണ് ഒരു വലിയ പ്രചരണം. 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചു എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് നിലവിലിരുന്ന 5 പദ്ധതികൾ കൊണ്ട് 5 വർഷം കൊണ്ട് 4,43,000 വീടുകൾ വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഈ മന്ത്രിമാർ തന്നെ തന്ന കണക്കുകളാണ്. അപ്പം 4,43,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചു 5 കൊല്ലം കൊണ്ട്. അന്ന് പണി തുടങ്ങിയ വീടുകൾ ഉൾപ്പെടെയാണ്, കുറേ വീടുകൾ ഉൾപ്പെടെയാണ് ഇവരുടെ 10 വർഷത്തെ കണക്കാണ് 5 ലക്ഷം. എന്നിട്ട് ഊതി വീർപ്പിക്കുകയാണ് 5 ലക്ഷം 10 കൊല്ലം കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 2011 മുതൽ 16 വരെയുള്ള യാതൊരു താരതമ്യമില്ല. പവർ കട്ട് ഒഴിവാക്കിയെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് സ്ഥിതി? അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് മുതൽ പവർ കട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുണ്ട്. എൻ്റെ കാര്യം, പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ, ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ 25 വർഷത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ പുറത്തു നിന്ന് വൈദ്യുതി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും പവർ കോറിഡോർ റെഡിയായി. അത് തന്നെയാണ് 7 കൊല്ലമായിട്ട് ഈ ഗവൺമെന്റ് നടത്തിയത്. അദാനി കമ്പനിയിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കരാർ റദ്ദാക്കി. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇല്ല. പവർ കോറിഡോർ ലഭ്യമായതുകൊണ്ട്, പുറത്തു നിന്ന് വൈദ്യുതി ലഭ്യമാകുന്നത് കൊണ്ടുമാണ് പവർ കട്ട് ഇല്ലാതായത്. പണ്ട് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ചാൽ അതുണ്ടാകാനുള്ള പവർ കോറിഡോർ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ കാലം പവർ കട്ടില്ലാത്ത കാലം, പഴയ കാലം, ഇരുണ്ട കാലം. അച്യുതാനന്ദ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുണ്ട കാലമാണല്ലോ കേരളത്തിൽ. വ്യാപകമായ തെറ്റായ പ്രചരണമാണ്. അതുപോലെ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. വൈദ്യുതി ബോർഡിന്റെ നഷ്ടത്തിലെ 90% കഴിഞ്ഞ വർഷവും 70% ഈ വർഷവും ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. മനസ്സിലായില്ലേ? എന്നിട്ട് വൈദ്യുതി ബോർഡ് ലാഭത്തിലാണെന്ന് പറയാണ്. നഷ്ടം ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. ഞാൻ എൻ്റെ വീട് നടത്തി കൊണ്ടുപോകുന്നതിൽ 1 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. അത് 90,000 രൂപ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തിട്ട് ഞാൻ നഷ്ടമില്ലാതെ, കടമില്ലാതെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന പോലെയാണ്.
വൈദ്യുതി ബോർഡിന്റെ കടം ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്, മനസ്സിലായ? എന്നിട്ട് കള്ളക്കണക്ക് പറയാണ് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 47,000 ജീവനക്കാരുടെ KSRTCയിൽ, ഇപ്പൊ 22,000 ജീവനക്കാരാ. എവിടെ CITക്കാര്? മിണ്ടുന്നില്ലല്ലോ. എന്നിട്ട് KSRTC ലാഭത്തിലാക്കിയെന്ന് പറയാണ്. വൈദ്യുതി ബോർഡ്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSRTC എല്ലാം തകർത്ത് തരിപ്പണമാക്കി. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് സർക്കാർ ചെലവിൽ. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേ പരസ്യം CPMന്റെ പരസ്യമായിട്ട് മാറുകയാണ്. അതേ പരസ്യം ഇപ്പൊ CPM ഇന്നലെ 2-3 ദിവസമായി ആരംഭിച്ചിരിക്കുന്ന പരസ്യം കഴിഞ്ഞ 3 മാസമായി സർക്കാർ ചെലവിൽ, നമ്മുടെ ചെലവിലാണ് അതേ പരസ്യം നടത്തിയിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഏറ്റവും വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കാലത്താണ് ഇതുപോലുള്ള ഒരു കൊള്ള, ഖജനാവിൽ നിന്ന് കൊള്ള അടിച്ചുകൊണ്ടുള്ള ഈ കള്ളപ്രചാരണം നടത്തുന്നത്. ഇതിലൊക്കെ തക്കതായ തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് വേണം. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആലോചിക്കണം, UDFിലെ ഘടകകക്ഷികൾ തമ്മിൽ ആലോചിക്കണം. ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പറയും. അല്ല, എന്തായാലും അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ ബഹുമാനത്തോടു കൂടി, ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. ഞങ്ങൾ വിസ്മയങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയും ഉണ്ടാവും വിസ്മയങ്ങൾ. ഇനിയും ഉണ്ടാവും, എത്രയും ഞാൻ പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവും. അപ്പം നിങ്ങൾ ചിരിച്ചു. ഇനിയും ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു ട്രെൻഡ് പുതുയുഗ യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ്. 120-ലധികം സ്റ്റേജുകളിൽ ഞാൻ പങ്കെടുത്ത നിയോജകമണ്ഡലം. ഒരു 100ഓളം സ്റ്റേജുകളിൽ CPM വിട്ട ആളുകൾ, ലോക്കൽ നേതാക്കൾ കോൺഗ്രസിലും മറ്റ് ഘടകകക്ഷികളിലും ചേരുകയാണ്. ഞാൻ തന്നെ എത്രയോ പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. ഞങ്ങളൊക്കെ ഒരുപാട് ജാഥകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് CPMൽ നിന്ന് ഒരു ഇറോഷൻ, ഒരു ഒഴുക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് താഴെ തട്ടില്ല. അത് ഭയങ്കരമായി ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ലോക്കൽ നേതാക്കളാണ് പാർട്ടി വിട്ട് വരുന്നത്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ആളുകൾക്ക് മതിയായി. ഇത് ഈ ഭരണത്തിന്റെ സൗകര്യവും അതിന്റെ മറ്റൊന്നും അനുഭവിക്കാത്ത സാധാരണക്കാരായ പാർട്ടിക്കാരാണ്. നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ പോവാണ് പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ പാലക്കാട് കണ്ടില്ലേ? പാലക്കാട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാർട്ടിക്കാരല്ലേ? എത്ര പേരാണ് പോയത്? എത്ര ആളുകളാണ് പോയത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ CPMന്റെ ഏറ്റവും വലിയ കോട്ടയായ പയ്യന്നൂരിൽ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? പാർട്ടിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാണ് കേരളത്തിലെ CPM. അതാണ് പിണറായി, ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രം പാർട്ടിക്ക് കൊടുത്ത ഡാമേജ് ആണ്. ജനറൽ സെക്രട്ടറി ആണെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരനെതിരെ ഒന്നും പറയാൻ തയ്യാറായില്ല. എല്ലാം നാളെ പാർട്ടി ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം പറയാവുന്നതാണ്. ഇനി ഒരു അനുനയ നീക്കമൊക്കെ നടക്കുന്നതിനുള്ള സാധ്യത. ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് അനുനയ നീക്കമാണ്? പാർട്ടിയുടെ നടപടികളെയും തെറ്റായ കാര്യങ്ങളെയാണ് ഒരു മുതിർന്ന നേതാവ് വിമർശിച്ചിട്ടുള്ളത്. അതിന് അവര് പറയട്ടെ, അവർക്ക് അഭിപ്രായം. അവര് പല കാര്യത്തിൽ അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്! ചന്ദ്രനിലേക്ക് പോവുക, തിരിച്ചും വരിക പറഞ്ഞാൽ കപ്പ് ഉയർത്തി ആ കപ്പ് ഉടഞ്ഞു പോയോ? മുഖ്യമന്ത്രി ഇനി ആ കപ്പുമായിട്ട് വരരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ കപ്പുമായിട്ട് ഇനി വരരുത്. ആ കപ്പുമായിട്ട് വന്നാൽ അദ്ദേഹം അപഹാസ്യനാവും. ഈ ഒരു വിഷയത്തിൽ CPMും മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? എത്ര ഗൗരവതരമായ ഒരു ആരോപണം വന്നിട്ടെടുത്താൽ
നിങ്ങൾ നോക്കിക്കോ. അത് കോൺഗ്രസ് ഒക്കെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഒരു വിഷയം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ഈ CPM എടുക്കുന്ന നിലപാടും. പണ്ട് ഇപ്പൊ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞത്. കുടുംബ പ്രശ്നമാണ് പണ്ടുണ്ടായത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇദ്ദേഹം ഇരിക്കുമ്പോൾ അന്ന് ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ അയാളെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങി. ഇപ്പോൾ ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അതേ കുടുംബ പ്രശ്നം എന്ന് പറയാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ്! എന്ത് പറയണേന്റെ മനസ്സിലായില്ലേ? എന്താ പറയാൻ മടിക്കാത്തത്? പറയാം, ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. ഞങ്ങളിപ്പോൾ അതാത് പാർട്ടികളിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഇൻഫോർമലായിട്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും സംസാരിച്ചിട്ടും രാഷ്ട്രീയമായിട്ട് CPM-നെതിരെ അദ്ദേഹം ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. പിണറായി മുഖ്യമന്ത്രിയാണെന്ന് എനിക്കെതിരല്ല. പുള്ളിയുടെ പ്രശ്നം എന്താണ്? പുള്ളി CPM-നെ ബാധിച്ചിരിക്കുന്ന മൂല്യ തകർച്ചയാണ്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. CPM നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ നിലവാര തകർച്ചയും പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും പോയിരിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഗൂഢാലോചന നടത്തിയിട്ടൊന്നുള്ള തീരുമാനമല്ലല്ലോ അത്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ പ്രതികരണം പറഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് പറയാം. നമുക്ക് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. പാർട്ടിയിൽ തീരുമാനം എടുക്കണം, ഞങ്ങൾ മുന്നണിയിലും നമ്മൾ തീരുമാനം എടുക്കണം. അല്ല, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ തമ്മിൽ ഞങ്ങൾ സംസാരിക്കുമല്ലോ. നാച്ചുറൽ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങള് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിൽ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും. എല്ലാ ദിവസവും ഓരോ വിഷയം ഉണ്ടാകുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും രാവിലെ ഓരോ സംഭാവന. അപ്പം ഞങ്ങൾ രാവിലെ പാർട്ടി നേതാക്കൾ തമ്മിൽ ആലോചിക്കും. ഞങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UDF നേതാക്കൾ തമ്മിൽ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച നടത്തും. ഇന്നും ചർച്ച നടത്തും. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളെപ്പോഴും ഓൺലൈനാണ്. അത് അന്തിമ ഘട്ടത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും നീരാ. ഇതൊക്കെ ഇലക്ഷൻ നീണ്ടു പോകുന്ന അനിശ്ചിതത്വം വന്നുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയതാണ്. പിന്നെ യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണായക ചർച്ചകൾക്കായി എനിക്കും മറ്റു നേതാക്കൾക്കും ഡൽഹിയിലേക്കും പോകേണ്ടി വന്നു. അപ്പോൾ ഫോണിൽ തീരാവുന്ന കാര്യങ്ങളായിരുന്നു. ലീഗായിട്ടുള്ളത് ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു. അതിനത് പ്രഖ്യാപിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ല, അത് പ്രഖ്യാപിക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ല, ഇപ്പം ഇപ്പം തന്നെ 30 പേരെ ചെയ്ത് അടുത്ത ഡോക്കറ്റ് 20 പേരുടെ റെഡിയാണ്. മറ്റത് ഞങ്ങൾ നാളെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ബാക്കി 30 പേരെയും കൂടെ. പിന്നെ ഇലക്ഷൻ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 24 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ അത് ഡേറ്റ് നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ വല്ല മെയ് ആദ്യവാരത്തിലേക്കാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണല്ലോ 8-ാം തീയതി പ്രഖ്യാപിക്കാനിരുന്ന CPM-ഉം അത് വൈകിച്ച്. സ്വാഭാവികമായിട്ട് അത് പറ്റും. അത് പാർട്ടി അവിടെ നിന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ഒരു പറഞ്ഞിട്ടില്ല ഒന്നും. ഇല്ല, അതെല്ലാം അവരെല്ലാം ഇല്ല. അതിനെക്കുറിച്ചൊന്നും അങ്ങനെ മാറുന്നതിനെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഇടയിൽ അതങ്ങനെയാണല്ലോ. ഈ അവരുടെ കൂടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി പണ്ട് പറഞ്ഞ കാര്യം ഒന്നുകിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ കളവ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ പടക്കം നശിപ്പിച്ചു കളയും. ഇതാണല്ലോ മെയിൻ പരിപാടി. ഏറ്റവും മെയിൻ പരിപാടി ഇതാണല്ലോ. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പെടലി പിടിച്ച് KSUക്കാർ തിരിച്ചെന്നും കൈ പിടിച്ച് വലിച്ചു ഒടിച്ചു എന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നുണ പറയാമെന്ന്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞില്ലേ? നിങ്ങളോട് പറയില്ലേ പെടലി പിടിച്ച് തിരിച്ചെന്ന്, പിന്നെ കൈ പിടിച്ച് ഒടിച്ചെന്ന് വീണ ജോർജിന്റെ KSUക്കാർ. അത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ? പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ
ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധം ഉണ്ടായില്ലെന്ന് പിറ്റേ ദിവസം മാറ്റി പറഞ്ഞില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയപ്പോൾ പറഞ്ഞില്ലേ? ആരാ നുണ പറയുന്നത്? കൃത്യമായ നുണ പ്രചരിപ്പിക്കുന്ന ആരാ? CPM ആണ്. ഇപ്പോൾ പറഞ്ഞ രീതി നുണയല്ലേ? ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രചരണങ്ങളും നുണയാണ്, പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, മുഴുവൻ പ്രചരണങ്ങളും. അത് നമ്മുടെ നിലവിലാണെന്നുള്ള അതിൻ്റെ വിരോധം മാത്രമേ നമുക്കുള്ളൂ. ഞാനത് ശ്രദ്ധിച്ചില്ല. അമ്പലപ്പുഴ MLA കുറച്ചു മുമ്പ് മാധ്യമങ്ങളെ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം 15 പാർട്ടി പ്രവർത്തകർ തികച്ച് ടി സുധാകരനോട് പാർട്ടി വിടില്ല എന്നാണ് പറഞ്ഞത്. അതിനോട് ഞാനതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം നല്ല ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും, അദ്ദേഹം എടുത്ത തീരുമാനത്തിൻ്റെ കൂടെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. പിന്നെ മാത്രമല്ല, പിണറായി വിജയനും VS അച്യുതാനന്ദനൊക്കെ പ്രതാപികളായി നിൽക്കുന്ന കാലത്ത് ജില്ലാ പാർട്ടിയുടെ യഥാർത്ഥ നേതാവ് G സുധാകരനായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ അത്രയും സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ പാർട്ടിയിൽ, മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും ആദരവുണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം. ഞാനിത് ഇപ്പോഴല്ല പറയുന്നത്, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ 8ഓളം മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ്. അന്ന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം നീതിമാനായ ഒരു മന്ത്രിയാണെന്ന്. അത്ര ആദരവ് ഞങ്ങളിലുണ്ടാക്കിയ ഒരാളാണ്, സ്വന്തം പാർട്ടിക്കാരിലുണ്ടാക്കില്ല അദ്ദേഹം. സ്വാഭാവികമായിട്ടും എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി വളരെ ആദരവാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഒക്കെ ഞാൻ വളരെ നമുക്ക് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ അപ്പുറത്തെ പാർട്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. ഞാനിത് ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടതുകൊണ്ടല്ല പറയുന്നത്. അദ്ദേഹം മന്ത്രിയായി ഇവിടെ ഒരു പാല ഉദ്ഘാടനത്തിന് ഇവിടെ വന്നപ്പോഴും ഞാൻ എൻ്റെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം മന്ത്രിമാരെ പറ്റിയൊന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും സവിശേഷതയൊക്കെ ഉണ്ട്. അഴിമതി തൊട്ടു തീണ്ടാത്ത ഒരാളാണ്, നല്ല പൊതുപ്രവർത്തകനാണ്, നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുമ്പോഴും നമ്മളിത് പറഞ്ഞിരുന്ന ഒരാളാണ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങളൊരു അസസ്മെന്റ് നടത്താതെ ഇപ്പം അദ്ദേഹത്തിന് വിജയസാധ്യതയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ അതിൻ്റെ അകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം പറയട്ടെ. ഞങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനും ഞങ്ങൾ അസസ് ചെയ്തിട്ട് UDF ഒരു തീരുമാനം പറയും. ഇപ്പോഴേ ഞാൻ കയറി അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ പറയാൻ പാടില്ലല്ലോ. അല്ല, വരട്ടെ, തീരുമാനം വന്നില്ലല്ലോ. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സാങ്കല്പിക ചോദ്യമാണ്. തീരുമാനം വരട്ടെ. അങ്ങനെ തീരുമാനം വന്നു കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഈ അടുത്ത കാലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല ഇടതുപക്ഷത്തിൽ തുടർച്ചയായിട്ട് പറയുന്നു, നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴല്ല, പണ്ടുപോലെ ഞാൻ പറയാറുണ്ട്. പണ്ടുപോലെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരൊരു ഐഡിയോളജിയിൽ വിശ്വസിച്ച് നല്ലത് വരും എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. എനിക്ക് പൊതുപ്രവർത്തകരെ പൊതുവെ ബഹുമാനമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളെയൊക്കെ നല്ല ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. നല്ല പൊതുപ്രവർത്തകരില്ല അവർക്കൊരു ഐഡിയ. ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരനായി, അതുകൊണ്ട് രാജ്യത്തെ എല്ലാവരും കോൺഗ്രസ്സുകാരനാണോന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവർ ആ ഐഡിയോളജിയിൽ വിശ്വസിച്ചാൽ നല്ലത് വരണം, നല്ലത് വരും എന്നുള്ള വിശ്വാസം. ഇടതുപക്ഷ സഹയാത്രികർ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. കാരണം അവർ ഇടതുപക്ഷമാണ് നല്ലത്. ഇടതുപക്ഷം വന്നാൽ നല്ല കാര്യം ഉണ്ടാവും, അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഇതൊരു പെർസെപ്ഷനാണ് പണ്ടുപോലെ. പക്ഷെ അവരെല്ലാം തകർന്നു പോയി മാനസികമായി ഈ 10 വർഷത്തെ ഭരണം കണ്ടു കഴിഞ്ഞപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് തോന്നി അതിനേക്കാൾ ബെറ്റർ ഞങ്ങളാണെന്ന് തോന്നി. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾക്കാണ്. ഞാനതുകൊണ്ടാണ് ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഞങ്ങളാണ് അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്കാണ് നിലപാടുകളുള്ളത്, ഞങ്ങൾക്കാണ് സെക്കുലർ നിലപാടുകളുള്ളത്. വർഗീയ വിഷം ചീറ്റുന്ന ആളുകളുമായി കോംപ്രമൈസ് ചെയ്യാത്തവരാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം അതുണ്ട്. അപ്പം അതിനൊരു ആദരവ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയത്. താങ്കളുടെ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയതല്ല, ഇത് കുറേ നാളായി പറഞ്ഞു തുടങ്ങിയതാണ്, ഇലക്ഷൻ വന്നപ്പോൾ പറയുന്നതല്ല. ഇതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയത് അതുകൊണ്ടാണ്. കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഫെഡറേഷൻ എന്നതിനപ്പുറം കുറേ ആളുകൾക്ക് സ്പേസ് ഉണ്ട് അതിനകത്ത്. ആളുകൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കുക. അവർ ഞങ്ങളുടെ മെമ്പർമാരോ അസോസിയേറ്റ് മെമ്പറോ ഒന്നുമല്ല. പക്ഷേ ഞങ്ങളിലൊരു വിശ്വാസമുണ്ട്, ഒരു വിശ്വാസ്യത ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യില്ല. അതിന് കർക്കശം എന്ന് പറഞ്ഞ നിലപാട് ഞങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഞങ്ങൾ ആവശ്യമില്ലാതെ വെള്ളം ചേർക്കില്ല, വോട്ട് കിട്ടാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് ആണ് UDF ഇപ്പോഴത്തെ UDF ആക്കിയത്.
അതാണ് ഞങ്ങൾ എപ്പോഴും 100 സീറ്റിലധികം UDF ജയിക്കും എന്നുള്ള ഞങ്ങളുടെ ഒരു ഇലക്ഷൻ അസസ്മെന്റ് ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. എന്തു പറ്റി? നമ്മൾ ഈ വിഷയം നിയമപരമായി നേരിടില്ല. ഇപ്പൊ ഡാറ്റ ചോർച്ച ഒരു നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമുണ്ട് ഇല്ലേ? നിങ്ങളുടെ ഒരു ഡാറ്റ എടുത്തുകൊണ്ട് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടും നിയമപരമായിട്ടും ചോദ്യം ചെയ്തു. ഹൈക്കോടതി വേറെ വിധി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതി പോകും. സംശയം എന്താ? അതിനെന്താ? അതുകൊണ്ടെന്താ എല്ലാ കേസും ജയിക്കുമോ? ആ ജഡ്ജ് വേറെ സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമത്തിന് വിരുദ്ധമായൊരു വിധിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പീൽ പോകാൻ പോണത്. ഞങ്ങൾ അപ്പീൽ എല്ലാം അങ്ങനെയല്ലേ? കോടതി അങ്ങനെയല്ലേ? എല്ലാ കോടതി വിധികളും കറക്റ്റ് ആണോ? എല്ലാ കോടതി വിധികളും കറക്റ്റ് ആണെങ്കിൽ പിന്നെ അപ്പീൽ വേണ്ടല്ലോ. അല്ലല്ല, അപ്പീൽ പ്രൊവിഷൻ വേണ്ടല്ലോ. അപ്പീൽ പ്രൊവിഷൻ എന്തിനാ? കാരണം there may be errors in the judgment, there may be errors in concluding the legal taking a legal position. എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സ് ഉണ്ടാകുന്ന കറക്റ്റ് ചെയ്യാനാണ് അപ്പീൽ പോണത്. മനസ്സിലായ? ആദ്യത്തെ വിധിയിൽ ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമല്ലേ കിട്ടിയത്? ഞങ്ങൾക്ക് അനുകൂലമായ വിധിയല്ലേ കിട്ടിയത്? ഫസ്റ്റ് ഞങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് കിട്ടിയത് ഫസ്റ്റ് കേസിൽ ഇല്ലേ? ചീഫ് ജസ്റ്റിസിന്റെ കോർട്ടിൽ, ഡിവിഷൻ ബെഞ്ചിന്റെ കോർട്ടിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയല്ല ആദ്യത്തെ കേസ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല, ആ വിഷയം നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം ഈ പിന്നെ സുധാകരൻ CPM-നെ ചതിച്ചു എന്നായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. അതുപോലെ മറ്റു ചില പ്രാദേശിക നേതാക്കൾ, ഉദാഹരണത്തിന് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്, സുധാകരൻ അധികാരത്തോട് ആർത്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ അതിനൊക്കെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. ജില്ലയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ രീതിയിൽ CPM-ന്റെ ഒരു അല്ല, അതിനൊക്കെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അധികാരത്തോട് ആർത്തിയാണ് എന്ന് പറഞ്ഞതിന് ബാക്കിയെല്ലാം സന്യാസിമാരാണല്ലോ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ.